കന്യാകുമാരിയിലെ വിവേകാനന്ദ കേന്ദ്രം മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അവിടെ കടലിൽ നിൽക്കുന്ന വിവേകാനന്ദ ശിലാസ്മാരകവും. പക്ഷേ അത്ര മനോഹരവും ആകർഷകവും ആവേശദായകവുമായ ആ കേന്ദ്രം സ്ഥാപിച്ചതാരാണെന്ന് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്, അന്വേഷിച്ചിട്ടുണ്ട്? RSSന്റെ ഏറ്റവും ഉയർന്ന ചുമതല ആണ് സർ കാര്യവാഹ് എന്നുള്ളത്, ജനറൽ സെക്രട്ടറി. ആ ചുമതല വഹിച്ചിരുന്ന ഏകനാഥ റാനഡെ എന്ന RSS പ്രചാരകനാണ് ഈ വിവേകാനന്ദ കേന്ദ്രം സ്ഥാപിച്ചത്. അദ്ദേഹം അത് RSSന്റെ മാത്രം ഒരു സ്ഥാപനമായി കണക്കാക്കുന്ന അതിനു പകരം മുഴുവൻ ഭാരതത്തിൻ്റെയും യുവതയ്ക്ക് ഉള്ള എക്കാലത്തേക്കുമുള്ള ആവേശദായകമായ കേന്ദ്രമായി മാറണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പ്രേരണാദായകമായിരിക്കണം എന്ന് അദ്ദേഹം വിചാരിച്ചു. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? മുഴുവൻ ഭാരതത്തിലും ഉള്ള സംസ്ഥാന സർക്കാരുകളുടെ സംഭാവന സ്വീകരിച്ചുകൊണ്ടാണ് അത് കെട്ടി ഉയർത്തിയത്. പോരാ, മുഴുവൻ പാർലമെന്റ് അംഗങ്ങളുടെയും പണവും അദ്ദേഹം സംഭാവനയും സ്വീകരിച്ചിരുന്നു. മുഴുവൻ ഭാരതത്തിൽ നിന്നുമുള്ള പുണ്യനദികളിലെ ജലവും പുണ്യ സ്ഥലങ്ങളിലെ മണ്ണും കല്ലും ഒക്കെ അതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചു. കാരണം അത് സമഗ്ര ഭാരതത്തിൻ്റെ, സമ്പൂർണ്ണ ഭാരതത്തിൻ്റെ ദിവ്യമായ ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറണം എന്നുള്ളത് കൊണ്ടായിരുന്നു അങ്ങനെ ചെയ്തത്. എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചതിന് പ്രവർത്തനം നടത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് കേരളത്തിൽ EMSന്റെ നേതൃത്വത്തിലുള്ള. അദ്ദേഹം ഒഴിച്ച്, കേരള സർക്കാർ ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാന സർക്കാരുകളും ഇതിന് സംഭാവന ചെയ്തിട്ടുണ്ട്. EMS അന്ന് കൊടുക്കാതിരിക്കുന്നതിന് പറഞ്ഞ ന്യായം, ഇന്ത്യൻ ബൂർഷ്വാസിയുടെ കാവിയുടുത്ത പ്രതിനിധിയാണ് സ്വാമി വിവേകാനന്ദൻ. ആ ബൂർഷ്വായുടെ സ്മാരകം നിർമ്മിക്കാൻ ഒരു പൈസയും തരാൻ പുരോഗമന സർക്കാർ തയ്യാറല്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്തായാലും അങ്ങനെ ഒരു നാണക്കേട് കേരളീയർക്ക് മുഴുവനായിട്ട് ഉണ്ടാക്കി വച്ചിരുന്നു. പക്ഷെ മാറി വന്ന സർക്കാർ ആ നാണക്കേട് മാറ്റിക്കൊണ്ട് കേരളത്തിൻ്റെ സംഭാവന കൂടി കൊടുത്തുകൊണ്ടാണ് അത് നിർമ്മിച്ചത്. ഏതായാലും അത്രയും മഹത്തായ ഒരു സൗധം, ഒരു സാംസ്കാരിക കേന്ദ്രം, ഒരു സ്മാരകം സ്വാമി വിവേകാനന്ദൻ ഉണ്ടാക്കാൻ എങ്ങനെയാണ് രാഷ്ട്രീയത്തിനതീതമായി ഒരു സാംസ്കാരിക പ്രവർത്തകൻ മുഴുവൻ ജനങ്ങളെയും ഒരു മഹത്തായ കർമ്മത്തിന് വേണ്ടി പങ്കാളികളാക്കേണ്ടത്, അതിൽ സഹകരിപ്പിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല മാതൃക കൂടിയായിരുന്നു ഏകനാഥ റാനഡെയുടെ ഈ പ്രവർത്തനം. എന്തിനാ, ബംഗാളിൽ ദീർഘകാലം മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസുവിൻ്റെ ഭാര്യയെ കൊണ്ട് വരെ അതിനുവേണ്ടി സംഭാവന പിരിപ്പിച്ച വൈഭവം RSSന്റെ പ്രചാരകനായിരുന്ന ഏകനാഥ റാനഡെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ മുഴുവൻ ഭാരതീയരുടെയും പങ്കാളിത്തവും സഹകരണവും എക്കാലവും, ഭാരതമുള്ള കാലത്തോളം ഭാരതത്തിൻ്റെ വളർന്നു വരുന്ന ഓരോ തലമുറയിലെയും യുവതയ്ക്ക് ആവേശവും പ്രേരണയും മാതൃകയും ആദർശവുമായി മാറാൻ വിവേകാനന്ദ കേന്ദ്രവും സ്വാമി വിവേകാനന്ദനും അങ്ങനെ ആയിത്തീരണം എന്ന ആഗ്രഹത്തിൽ നിന്നാണ് ഇങ്ങനെയൊരു മഹാസൗധം കെട്ടി ഉയർത്തിയത്. ആ മഹാകേന്ദ്രം സ്ഥാപിച്ച ഏകനാഥ റാനഡെ എന്ന RSS പ്രചാരകൻ്റെ ഓർമ്മദിനവും കൂടിയാണ് ഇന്ന്. അതുകൊണ്ട് വിവേകാനന്ദ കേന്ദ്രം ഓർക്കുന്നിടത്തോളം കാലം ഏകനാഥ റാനഡെ എന്ന മഹാനായ